നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന്. ഈയൊരു പേടി കാരണം പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും പറയേണ്ടവ പറയാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണിക്കുന്ന അനാവശ്യമായ നാണം നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കും. മാനം പോയാൽ എല്ലാം പോയി എന്നു പറയുമെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ മാറ്റിവെക്കേണ്ട ചില നാണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യനീതി പ്രകാരം നാണം കെട്ടാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത 9 കാര്യങ്ങളെക്കുറിച്ചാണ്. 1. വിദ്യ അഭ്യസിക്കുമ്പോൾ. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ധനധാന്യ പ്രയോഗേഷു വിദ്യാസംഗ്രഹണസ്യുച. അറിവു നേടുന്ന കാര്യത്തിൽ ഒരാൾ ഒരിക്കലും ലജ്ജ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്നതിലോ ഗുരുവിനോട് സംശയങ്ങൾ ചോദിക്കുന്നതിലോ ഒരു കുറവുമില്ല. തന്റെ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കുന്ന വിദ്യാർത്ഥി എന്നും അറിവില്ലാത്തവനായി തുടരും. അത് പിൽക്കാലത്ത് വലിയ പരാജയങ്ങൾക്ക് കാരണമാകും. അറിവ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് ആർജിക്കാൻ എത്ര താഴ്മയോടെ നിൽക്കാനും നാം തയ്യാറാകണം. ഇത്രയും ചെറിയ കാര്യം പോലും എനിക്കറിയില്ലെന്ന് മറ്റുള്ളവർ കരുതുമോ എന്ന പേടി മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു വിജ്ഞാനിയായി വളരാൻ സാധിക്കൂ. 2. ബിസിനസ്സും സാമ്പത്തിക ഇടപാടുകളും. പണം സമ്പാദിക്കുന്നതിനോ ബിസിനസ് ചെയ്യുന്നതിനോ ലജ്ജിക്കുന്നവൻ ഒരിക്കലും ധനവാനാവില്ല എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു കച്ചവടക്കാരൻ തന്റെ ലാഭത്തെക്കുറിച്ചോ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെക്കുറിച്ചോ സംസാരിക്കാൻ മടിച്ചാൽ അത് കച്ചവടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. പണമെന്നത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ അത്യാവശ്യമായ ഘടകമാണ്. അത് ന്യായമായ രീതിയിൽ സമ്പാദിക്കാൻ അധ്വാനിക്കുന്നതിൽ നാണക്കേടായി ഒന്നുമില്ല. അനാവശ്യമായ മാന്യത കാണിച്ച് ബിസിനസ്സിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ നിങ്ങളുടെ കുടുംബവും ജീവിതവും പട്ടിണിയിലായേക്കാം. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത പുലർത്തുന്നതിനും വിലപേടുന്നതിനും ആരെയും ഭയപ്പെടേണ്ടതില്ല. 3. ഭക്ഷണം കഴിക്കുമ്പോൾ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നാണം കാണിക്കുന്നത് സ്വന്തം ആരോഗ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം ചോദിച്ചു വാങ്ങുന്നതിനോ കഴിക്കുന്നതിനോ ലജ്ജിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ വീട്ടിലോ വിരുന്നിനോ പോകുമ്പോൾ വിശപ്പ് സഹിച്ചുകൊണ്ട് മാന്യത അഭിനയിക്കുന്നത് മണ്ടത്തരമാണ്. ഭക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് തൃപ്തിയോടെ കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. വയറ് നിറയാതെ എഴുന്നേൽക്കുന്നവൻ ലജ്ജകൊണ്ട് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4. കടം പിരിച്ചു ചോദിക്കുമ്പോൾ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരാൾക്ക് കടമായി നൽകിയാൽ അത് തിരിച്ചു ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. പലരും തന്റെ പണം തിരിച്ചു ചോദിക്കുന്നത് അവരോടുള്ള അനാദരവാകുമോ എന്ന് ഭയന്ന് മിണ്ടാതിരിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർക്കും. കൊടുക്കാനുള്ളവർക്കില്ലാത്ത നാണം ചോദിക്കാനുള്ള നിങ്ങൾക്കെന്തിനാണെന്ന് ചാണക്യൻ ചോദിക്കുന്നു. ന്യായമായ നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ ലജ്ജിക്കുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പണമിടപാടുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. അവിടെ വൈകാരികതയ്ക്കോ അനാവശ്യ നാണത്തിനോ സ്ഥാനമില്ല. 5. തെറ്റുകൾ സമ്മതിക്കുമ്പോൾ. മനുഷ്യനായാൽ തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ വലിയൊരു മനസ്സുവേണം. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ നാണക്കേട് മറ്റൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരു തെറ്റു സമ്മതിച്ചാൽ അന്തസ്സു കുറഞ്ഞുപോകുമെന്ന് കരുതുന്നത് അജ്ഞതയാണ്. മറിച്ച് അത് തിരുത്താൻ തയ്യാറാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ തിളക്കം കൂട്ടും. ഒരു തെറ്റംഗീകരിക്കുമ്പോഴാണ് നിങ്ങൾ പുതിയൊരു അറിവിലേക്ക് വാതിൽ തുറക്കുന്നത്. സത്യസന്ധത പുലർത്തുന്നതിൽ നാണിക്കേണ്ടതില്ല. കാരണം സത്യം എപ്പോഴും വിജയത്തെ മാത്രമേ നയിക്കൂ. 6. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് ഒരു കുറവായി കാണരുത്. നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും വിദഗ്ധരല്ല. ചിലപ്പോൾ നമുക്ക് മറ്റൊരാളുടെ കൈത്താങ്ങ് അത്യാവശ്യമായി വരും. ആപത്ത് സമയത്ത് സഹായം ചോദിക്കാൻ മടിക്കുന്നത് നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കാം. അനാവശ്യമായ അഹംഭാവമോ നാണമോ മാറ്റിവെച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെ ദുർബലനാക്കുകയല്ല, മറിച്ച് നിങ്ങൾ വിവേകിയാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത പോരാട്ടങ്ങളിൽ സഖ്യകക്ഷികളെ തേടുന്നത് ചാണക്യതന്ത്രത്തിന്റെ ഭാഗമാണ്. 7. സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുമ്പോൾ. നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും നമ്മളൊരു വൈകാരികമായ മതിൽ തീർക്കാറുണ്ട്. മാതാപിതാക്കളോടോ പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ ഉള്ള സ്നേഹം തുറന്നു പറയുന്നതിൽ നാണക്കരുത്.
ഹൃദയത്തിൽ സ്നേഹം വെച്ചുകൊണ്ട് പുറമേ ഗൗരവം കാണിക്കുന്നത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കും. അതുപോലെ തന്നെ ഒരാൾ ചെയ്ത സഹായത്തിന് നന്ദി പറയുന്നതിലും ലജ്ജിക്കാൻ പാടില്ല. വികാരങ്ങൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും ബന്ധങ്ങൾക്ക് ദൃഢതയും നൽകും. 8. ധർമ്മം ചെയ്യുമ്പോൾ. സമൂഹത്തിനു വേണ്ടിയോ പാവപ്പെട്ടവർക്കു വേണ്ടിയോ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് കുറഞ്ഞുപോയോ എന്നോർത്ത് ലജ്ജിക്കരുത്. നിങ്ങൾ നൽകുന്ന 10 രൂപയാണെങ്കിലും അതൊരാളുടെ വിശപ്പടക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. വലിയ തുക നൽകാൻ കഴിയാത്തതുകൊണ്ട് ധർമ്മം ചെയ്യുന്നതിൽ നിന്നും പിന്മാറുന്നത് ശരിയല്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നന്മ ചെയ്യാൻ കാണിക്കുന്ന ആവേശം എപ്പോഴും നാണക്കേടായി കാണാൻ പാടില്ല. അവസാനമായി, ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഏത് ജോലിക്കും മാന്യതയുണ്ടെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. വിജയിക്കാനായി ഏത് ചെറിയ ജോലി ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ അവിടേക്കെത്താനുള്ള പാതയിലെ തടസ്സങ്ങൾ നീക്കാൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. തൊഴിലിന് മാന്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മാന്യൻ. ലോകമെന്തു പറയും എന്ന് വിചാരിച്ച് പണിയെടുക്കാതിരുന്നാൽ പട്ടിണി കിടക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. വിജയത്തിന്റെ ഉച്ചിയിലെത്തിയ പലരും തുടക്കത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ജോലികൾ ചെയ്തവരാണ് എന്നോർക്കുക. സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു ലളിതമായ പാഠമാണ്. ലജ്ജ എന്നത് ഒരാഭരണമാണ്. പക്ഷേ അത് അസ്ഥാനത്താണെങ്കിൽ അതൊരു ചങ്ങലയാണ്. വിദ്യയിലും ധനകാര്യത്തിലും ലജ്ജ വെടിയുന്നവൻ സന്തുഷ്ടനായി ജീവിക്കും. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.